എൻ്റെ പേര് റിൻസി. ഞാൻ വയലാർ ഇടവകയിൽ നിന്ന് വരുന്നു. 2023 ഫെബ്രുവരി 19 ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യമേ തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം ഉടമ്പടി സാക്ഷ്യം പറയാൻ വൈകിയതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ്. ഞാൻ വീടിന് വേണ്ടിയാണ് ആദ്യമായി വെച്ചത്. ഞങ്ങളുടെ ഒരു ഭവനം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. വളരെ പഴക്കം ചെന്നൊരു ഭവനമായിരുന്നു. അത് പൊളിച്ചതിന് ശേഷം പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു, അവിടെ പഞ്ചായത്തിൽ അതിൻ്റെ ഒരു രേഖയുമില്ല, പെർമിറ്റ് അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ വന്നു ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് വിളിക്കുകയും ഞങ്ങളുടെ എല്ലാ രേഖകളും പഞ്ചായത്തിൽ കാണുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. വിളിച്ച് ഞങ്ങൾക്ക് പെർമിറ്റ് അനുവദിക്കുകയുണ്ടായി. ഒരിക്കലും അത് നടക്കാൻ പോവുകയില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്ന കാര്യമായിരുന്നു. ഒരു കളക്ടറേറ്റിലേക്കൊക്കെ അതിൻ്റെ രേഖകളെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെർമിറ്റ് അനുവദിച്ച് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് അതിനായിട്ട് സഹായിക്കുകയും ചെയ്തിരുന്നു. പിന്നെ എനിക്ക് മൂത്രത്തിലെ കല്ലുണ്ടായിരുന്നു. എൻ്റെ നടുവിന് നല്ല വേദന, കാരണം 2 വീലർ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഓരോ കാര്യത്തിലും പോകണമെങ്കിൽ 2 വീലർ വേണമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം തേച്ച് എല്ലായിടത്തും പോകുമായിരുന്നു. എനിക്ക് മാതാവ് അത് വേദന എടുത്തു മാറ്റി. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ മൂത്രത്തിലെ കല്ലില്ലെന്ന് കാണാനിടയായി. നടുവേദന നന്നായി മാറി. ശക്തമായ തലവേദന അതോടൊപ്പം ഉണ്ടാകുമായിരുന്നു എപ്പോഴും. എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ, കമ്പ്യൂട്ടറിലുള്ള വർക്കായിരുന്നത് കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി തൈലം തേച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ തലവേദനയും മാറിക്കിട്ടി. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു. എതിരാളി വളരെ ശക്തിയായിരുന്നു. ഒരുപാട് വർഷം നിന്ന് പാസ്സായ ഒരാളായിരുന്നു. ഒരുപാട് പരിമിതികളുള്ള ആളായിരുന്നു ഞാൻ. ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ എന്നെ ഒരുപാട് അവർ കളിയാക്കുകയും മറ്റുള്ളവർ അവരുടെ വീടുകളിലെല്ലാം നടന്ന് എന്നെക്കുറിച്ച് പിന്നെ വളരെ പേടിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ വചനം എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ജെറമിയ 1:19 അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ അവർ വിജയിക്കുകയില്ല. കർത്താവ് നിൻ്റെ കരം പിടിച്ചിരിക്കുന്നു എന്ന് യേശു അരുളി ചെയ്തു എന്ന്. അങ്ങനെ എന്നെ യേശു വിജയിപ്പിച്ചു. പരിശുദ്ധ അമ്മ വിജയിപ്പിച്ചു. ഒരുപാട് കുറവുകളുള്ള എന്നെ ദൈവം ഉയർത്തി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പത്രം പ്രാർത്ഥിച്ച് ഓരോരുത്തർക്കും കൊടുക്കുവാൻ എനിക്കിഷ്ടമായിരുന്നു. കാരണം ഈ പത്രം വായിക്കുന്നതിലൂടെ അവർക്ക് ഈശോയെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അവരുടെ രോഗസൗഖ്യമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്തെങ്കിലും അവർക്ക് സാധിച്ചു കൊടുക്കണമേ അമ്മ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ എൻ്റെ ഇടവകയിലും അതുപോലെ ആശുപത്രികളിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ സഹായിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ചോറ് കൊടുക്കുക, ചെറിയതായിട്ട് പൊതിച്ചോറ് കൊടുക്കാനായിട്ടും സാമ്പത്തികമായിട്ട് ചെറിയ രീതിയിൽ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ അധികം ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എന്നാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള സഹായം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ ഇപ്പം എന്നെ കുമ്പസാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോഴൊക്കെ ആയിരുന്നു കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി എങ്ങനെയെങ്കിലും 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കണം, മാതാവിനോട് എല്ലാം യേശുവോടും എല്ലാം പറയണം എന്ന് ഞാൻ ഓടി നടന്ന് അതിനായിട്ട് ഞാൻ ശ്രമിക്കും. കുമ്പസാരിക്കുകയും ഡെയിലി കുർബാനയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ള പ്രാർത്ഥനയിലും ഈശോയെയും പരിശുദ്ധമ്മയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു. എല്ലാത്തിനും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. റിൻസി എന്ന മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ്. തങ്ങൾക്കൊരു വീട് ലഭിക്കണം, വീട് പണിയണം എന്ന വലിയ ആശയോടുകൂടി യാതൊരു സാധ്യതകളും സർക്കാരിൻ്റെ വശത്തു നിന്ന് ലഭിക്കാത്ത അവസ്ഥയിൽ വന്ന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധമ്മയിൽ നിന്ന് വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ഈ മകൾ നേടിയെടുത്തിട്ടുള്ളത്. ഈശോ അവർക്ക് വേണ്ടി ഇന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുരിശ് ചുമന്ന് ഗാഗുൽത്തായിൽ ജീവൻ ബലിയഴിച്ച് നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നത് ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ
നമ്മുടെ ചെറിയ ചെറിയ വേദനകൾ മാറ്റിത്തരാൻ വേണ്ടി മാത്രമല്ല, നമ്മെ നിത്യതയോളം എപ്പോഴും നമ്മോടുകൂടി ആയിരിക്കാൻ വേണ്ടിയാണെന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ പറഞ്ഞതും അത് തന്നെയാണ്. ഇതെൻ്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഒരു ഉടമ്പടിയാണ് തിരുരക്തത്തിലൂടെ അവിടെ നിന്ന് നമ്മോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് നമ്മെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ ദാഹം എപ്പോഴുമുണ്ട്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് തന്നെയാണ്, എനിക്ക് ദാഹിക്കുന്നു. ഈശോ ഒരു വലിയൊരു ജനക്കൂട്ടത്തോട് പറയുന്നുണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കുവിനെന്ന്. മറ്റുള്ളവർക്ക് ജലം പ്രദാനം ചെയ്യുന്നവൻ തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ദാഹം മനസ്സിലാക്കാം. എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈശോ ദാഹിക്കുന്നതെന്ന്. നമുക്കെല്ലാവർക്കും ഈശോയെ നേടുന്നതിനായി പരിശ്രമിക്കുന്നുള്ളൊരു വലിയ ദാഹത്തിൻ്റെ വിളിയാണത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ റിൻസി വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ വീടിൻ്റെ ഡോക്യുമെൻ്റ് ഒരു കായൽ തീരത്തായതുകൊണ്ട് അത് കാണുവാനില്ല എന്നാണ് ആദ്യം തന്നെ സർക്കാർ വിധിയെഴുതിയത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇവരുടെ വീടിൻ്റെ ഡോക്യുമെൻ്റ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ അവർക്ക് വീട് പണിയാനുള്ള ഒരു സാങ്ഷൻ കൂടി ലഭിച്ച് പരിശുദ്ധ അമ്മ അവരെ അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ ഒരുപാട് സൗഖ്യങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ടായി, ജീവിതത്തിൽ ഒരുപാട് ഉന്നതികളുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തവണത്തെ വോട്ടെടുപ്പിൽ ഈ മകൾക്കൊരു ഉന്നത വിജയം നൽകി പരിശുദ്ധ അമ്മ അവരെ അനുഗ്രഹിച്ചു. നാം കേട്ടിട്ടുള്ളതുപോലെ പുസ്തകത്തിൻ്റെ കവർ പേജ് കണ്ടിട്ട് നമ്മൾ ആരും വ്യക്തികളെ വിലയിരുത്തരുതെന്ന് നാം വായിച്ചെടുക്കാറുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പലരും നാം ചിത്രത്തിൽ കാണുന്നത് പോലെ പരിശുദ്ധ അമ്മ കൈകൂപ്പി നിൽക്കുമ്പോൾ നാം വിചാരിക്കാറുണ്ട് വ്യാകുല മാതാവ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോഴും പരിശുദ്ധ അമ്മ ഒരു വലിയ അധികാരമുള്ള വ്യക്തിയാണെന്ന്. അവിടെ കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞില്ലാതെ വന്നപ്പോൾ അമ്മയാണ് ഈശോയോട് പറഞ്ഞത്, മകനെ അവർക്ക് വീഞ്ഞില്ല, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റവും ഒരു കമാൻഡിങ് പവറുള്ള ഒരു വലിയ അമ്മയാണ് നമ്മോട് കൂടെയുള്ളത്. ആ അമ്മയാണ് നമുക്ക് ശക്തി പകരുന്നത്. റിൻസിക്ക് എന്ന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഉത്തരവാദിത്തം പരിശുദ്ധ അമ്മ കൈമാറിയിരിക്കുകയാണ്. ഒരു ദേശത്തെയും നാടിനെയും വീട്ടുകാരെയും വ്യക്തിത്വങ്ങളെയും എല്ലാം വളർത്താനുള്ള ഉത്തരവാദിത്വത്തിനും അതിനുള്ള കഴിവിനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കും നമുക്ക് നന്ദി പറയാം. റിൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.